ഇന്ന് അഖിൽ മാരാര് നല്ല എന്താ പറയുക കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുന്നത് കണ്ടു. അത് ഈ പറഞ്ഞ പോലെ ആളുകൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു പയ്യനെ അടിച്ചു കൊന്ന കേസിൽ ഇപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കി കാണും. അത് ചെയ്ത കുട്ടികളെ SSLC പരീക്ഷയാണോ മറ്റോ അത്തരത്തിലുള്ള ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അതിനുവേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ. അപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അത് ഇനിയിപ്പോൾ പാർട്ടിക്കാരുടെ മക്കളായതുകൊണ്ടോ ഏതോ ഒരു പോലീസുകാരൻ്റെ മകനായതുകൊണ്ടോ എന്തോ കുട്ടികളത് അർഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. പക്ഷെ അവർ ചെയ്തു വച്ചിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ ആ ഒരു തോതെന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വല്ലാത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഇപ്പോൾ അയാൾ പറഞ്ഞത് ഇതാണ്, ഈ ഒരു അഖിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഒരു കോപ്പി അടിച്ചിട്ട് കുട്ടികളെ കോപ്പിയടിക്ക് പിടിക്കുകയാണെങ്കിൽ അവരെ ഡീബാർ ചെയ്യും. അവർക്ക് പിന്നീട് പരീക്ഷകൾ എഴുതാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾ 2-3 വർഷങ്ങൾ പരീക്ഷ എഴുതാൻ പറ്റാത്ത തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ നാട്ടിലുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ 15 വയസ്സോ 16 വയസ്സോ പ്രായമുള്ള ഒരാളെ കൊന്ന കുറ്റത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറ്റാരോപിതരായ ഈ 4-5 പേർക്ക് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ നൽകുകയാണ് സർക്കാർ. വല്ലാത്തൊരു നീതിയും ന്യായവും അല്ലേ? നമ്മുടെ നാട് എന്നാണ് ഗതി പിടിക്കുക? എന്നാണ് ഇത്തരത്തിലുള്ള പരട്ട നിയമങ്ങളെ മുഴുവൻ പൊളിച്ചെഴുതുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരിക? അറിയില്ല. അത് വിദൂരമാണ്. നമ്മൾ വിദൂരതയിലേക്ക് നോക്കുന്ന പോലെ തന്നെ വരുമായിരിക്കും അല്ലേ?